ഇനി നമുക്ക് പി എച്ചിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നത്, പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി എച്ച് സ്കെയിലിലെ വാല്യൂ നോക്കുന്നത് എത്രത്തോളം ആവശ്യമുണ്ട്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു സാധനത്തിന്റെ പി എച്ച് നമ്മൾ അറിയുന്നതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവറിഡേ ലൈഫിൽ പി എച്ചിന്റെ ആവശ്യം, പി എച്ച് നോക്കേണ്ടത് ആവശ്യം. ഇപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം പി എച്ച് എത്രയാടാ? ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ പി എച്ച് എത്രയാ? 7 ആയിരിക്കും അല്ലെ? അത് നമ്മുടെ പ്രദേശം അനുസരിച്ചും നാച്ചർ അനുസരിച്ചും നമ്മുടെ വീട് എവിടെയാ നിൽക്കുന്നത്, എവിടെയാ കിണർ ലൊക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെറിയൊരു ആസിഡിറ്റിയോ അല്ലെങ്കിൽ ചെറിയൊരു ആൽക്കലൈനിറ്റിയോ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും പ്യൂർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? 7 ആണ് അല്ലെ? കുറച്ച് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ചിലപ്പം ഉണ്ടായേക്കാം പ്ലേസ് ടു പ്ലേസ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മുടെ പി എച്ച്, അപ്പൊ നമ്മൾ ഈ വെള്ളം ആണ് കുടിക്കേണ്ടത്, പി എച്ച് 7 ഉള്ളതാണ് നമ്മൾ കുടിക്കേണ്ടത് അല്ലെ? സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പി എച്ച് നോക്കിയിട്ടാണല്ലേ നമ്മൾ വെള്ളം എടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സിനും ആനിമൽസിനും സർവൈവ് ചെയ്യാൻ എന്ത് ഇമ്പോർട്ടന്റ് ആണെടാ? പി എച്ച് നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പി എച്ചിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബോഡി തന്നെയും സ്റ്റൊമക്കിൽ ഒരു ആസിഡ് ഉണ്ട്, അത് ആസിഡിക് പി എച്ച്, അത് ഭയങ്കര 1.2 എന്ന് പറയുന്ന നല്ല സ്ട്രോങ് ആസിഡ്, HCl ആസിഡ് എന്ന് പറയും അല്ലേടാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ സ്റ്റൊമക്കിലുള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൻഡ് അതെന്താണ്? ഹൈ പി എച്ചിലാണ് സ്റ്റൊമക്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ബാക്കി നമ്മുടെ ബോഡി കണ്ടീഷൻ എന്ന് പറയുന്നത് 7 to 7.8 ഉള്ള ഒരു ബേസിസിറ്റി സ്വഭാവം കാണിക്കുന്ന, എന്നാൽ അത്രയ്ക്ക് അങ്ങ് ബേസും അല്ലാത്ത ഒരു നോർമൽ ഒരു റേഞ്ച് ഓഫ് പി എച്ചിലാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമുക്ക് ആ ഒരു നാരോ റേഞ്ച് ഓഫ് പി എച്ച് ചേഞ്ചിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ റെയിൻ വാട്ടർ നിങ്ങൾ അറിയില്ലേ? ആസിഡ് റെയിൻ അറിയില്ലേടാ? ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ് റെയിൻ വരുന്ന സമയത്ത് റിവറിലേക്കൊക്കെ വരുന്ന സമയത്ത് റിവറിലെ പി എച്ച് കുറയ്ക്കും, റിവർ വാട്ടറിന്റെ പി എച്ച് കുറയ്ക്കും. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വാട്ടറിൽ കൂടെ നമ്മുടെ റെയിനിങ്ങിന്റെ സമയത്ത് എന്ത് വരും? ആസിഡ്സും കൂടെ വരും അല്ലെ? കുറച്ച് വാട്ടർ എന്തുമായിട്ട്, നമ്മുടെ മഴവെള്ളം എന്തുമായിട്ട്, അറ്റ്മോസ്ഫിയറിലുള്ള H2O എന്തുമായിട്ടും സൾഫർ ഡൈ ഓക്സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യാം? H2SO4 ഫോം ചെയ്യാം. SO2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് H2 സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യാം. അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡുമായിട്ട് വാട്ടർ കമ്പൈൻ ചെയ്തിട്ട് HNO3 നൈട്രിക് ആസിഡ് ഫോം ചെയ്യാം. അല്ലെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഫോം ചെയ്യാം അല്ലെ? ഇങ്ങനെ ആസിഡ് നമ്മളെ റെയിനിങ്ങിന്റെ സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഒക്കെ ആയിട്ട് ഈ വാട്ടർ റിയാക്ട് ചെയ്തിട്ട് ആസിഡ് ഫോം ചെയ്യും. ആ ആസിഡും കൂടെയുള്ള മഴയാണ് എന്ത്? ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഈ ആസിഡ് റെയിൻ വന്നിട്ട് എന്താ റിവറിലൊക്കെ ആയി കഴിഞ്ഞാൽ, അപ്പം ആസിഡ് റെയിന്റെ പി എച്ച് ഒരു 5.6 ഒക്കെ ആയി കഴിഞ്ഞിട്ട് അത് റിവറിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്വാട്ടിക് ലൈഫ് എന്തായിരിക്കും? ഭയങ്കര കഷ്ടത്തിലായിരിക്കും. അക്വാട്ടിക് ലൈഫ് അല്ല, നമ്മുടെ ലൈഫ് എന്തായിരിക്കും? കഷ്ടത്തിലായിരിക്കും കേട്ടോ, ആസിഡ് റെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ. സോ എല്ലാ പ്ലാന്റ്സിനും ആനിമൽസിനും പി എച്ചിന്റെ ഒരു നാരോ റേഞ്ച് ഓഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു പി എച്ച് ഉണ്ട്. ആ ഒരു പി എച്ചിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഇനി സോയിലിന്റെ പി എച്ച്. അപ്പൊ നമ്മൾ അക്വാട്ടിക് ലൈഫ് പറഞ്ഞു. ഇനി സോയിൽ, നമുക്ക് സർവൈവ് ചെയ്യേണ്ട സോയിൽ. സോയിൽ എന്ന് പറയുന്നത്, സോയിലിനൊരു പി എച്ച് വേണം അല്ലെ? പ്ലാന്റ്സിനൊക്കെ ഗ്രോ ചെയ്യാനൊരു പർട്ടിക്കുലർ പി എച്ച് വേണം അല്ലെ? ആ ഒരു പി എച്ചിൽ മാത്രമേ പ്ലാന്റ്സ് എന്ത് ചെയ്യുള്ളൂ? ഗ്രോ ചെയ്യുള്ളൂ. നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പി എച്ചിൽ എന്ത് വരാൻ തുടങ്ങും? മാറ്റം വരാൻ തുടങ്ങും. സോ പി എച്ചിൽ വ്യത്യാസം വന്നിട്ട് വല്ലാണ്ട് ആസിഡ് നേച്ചർ കൂടുകയാണെങ്കിൽ നമ്മുടെ സോയിലിന് ആസിഡ് നേച്ചർ കൂടാനും പാടില്ല, ബേസിസിറ്റി കൂടാനും പാടില്ല, രണ്ടും കൂടാൻ പാടില്ല. അത് എന്ത് ചെയ്ത് പോകണം? ബാലൻസ് ആയിട്ട് പോകണം. അപ്പം ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോയിലിൽ എന്ത് ആഡ് ചെയ്യാറുണ്ട്? ബേസ് ആഡ് ചെയ്യും അല്ലെ? ബേസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി സോയിലിന് ബേസിസിറ്റി ആണ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസിഡ്സ് ആഡ് ചെയ്യല്ല ചെയ്യാം, നമ്മൾ കമ്പോസ്റ്റ് ആഡ് ചെയ്യും. കമ്പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള എന്ത് ചെയ്യും? ബാക്ടീരിയാസ് ഒക്കെ എന്ത് ചെയ്യും? ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ ആസിഡും ബേസും നോക്കിയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് സോയിലിന് വേണം, എന്നാൽ മാത്രമേ നമുക്ക് പ്ലാന്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ, കൾട്ടിവേഷൻ ഒക്കെ പറ്റുള്ളൂ. സോ പി എച്ച് ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പി എച്ച് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണം. സോ ആസിഡിക്കിലേക്ക് മാറുകയാണെങ്കിൽ നമ്മൾ ബേസ് ആഡ് ചെയ്യാണ് ചെയ്യുക.
ബേസിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആസിഡിന്റെ നാച്ചുറൽ കമ്പോസ്റ്റ് ആഡ് ചെയ്യും. അതിനകത്ത് എന്ത് ചെയ്യും, പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഡീകമ്പോസ് ആവുന്ന സമയത്ത് ആസിഡ്സ് റിലീസ് ചെയ്യും. സോ നമുക്ക് ആസിഡിന്റെ ആ റേഞ്ച് ഓഫ് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ലാബിൽ പോയിട്ട് സോയിലിന്റെ pH ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഈ ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, pH ഒക്കെ ടെസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. സോയിലിന്റെ pH ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാര് കൃഷി ഇറക്കുന്നത്. ഓക്കെ, പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കില്. അത് അത്രയും കുറഞ്ഞ pH ആണ് അല്ലെ. 1.2 റേഞ്ചിലൊക്കെയാണ് എന്ത് വരുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH വരുന്നത്. അപ്പം അത്രയും നിങ്ങൾ ആലോചിക്കണേ, അത്രയും സ്ട്രോങ് ആയിട്ടാണ് എന്തുള്ളത്, നമ്മുടെ വയറ്റില് ആസിഡ് ഉള്ളത് അല്ലെ. സ്റ്റൊമക്കില് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, നമ്മുടെ സ്റ്റൊമക്കിൽ എന്തുണ്ട്, മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. അതിനൊരു കോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആസിഡിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡീനെ അഫക്ട്, ആസിഡ് അവിടെ മാത്രമേ ഉള്ളൂ അല്ലെ, ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ എവിടേക്കോ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല ബേണൊക്കെ ഉണ്ടാവും അല്ലെ, നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവുന്നില്ലേ ആസിഡ് റീഫ്ലക്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്. സോ അവിടെ മാത്രമായിട്ട് അതിനെ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ബോഡിക്ക് കുറെ മെക്കാനിസം ഉണ്ട് ആ ആസിഡിൽ നിന്ന് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ആസിഡ് എന്ത് വേണം, നമ്മുടെ സ്റ്റൊമക്കിൽ വേണം അല്ലെ. നമ്മുടെ സ്റ്റൊമക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ആസിഡാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻഡൈജഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇൻഡൈജഷൻ ഉണ്ടാവുക വെച്ചാൽ ഒരുപാട് ആസിഡ് ഉണ്ടാവും. അപ്പം ഇൻഡൈജഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിനും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ആസിഡിന്റെ എമൗണ്ട് കൂടുന്ന സമയത്ത് നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാവും. ഇൻഡൈജഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സഫറിങ്സ് ഉണ്ടാവും, പെയിൻ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് എന്ത് തരും അറിയൂടാ, ആസിഡിറ്റി കൂടിയിട്ടല്ലേ കൂടുന്നത് ഈ പ്രശ്നം ഉണ്ടാവുന്നത്, ഇൻഡൈജഷൻ. അപ്പൊ അവര് നമുക്ക് ആന്റാസിഡ്സ് തരും. എന്താ തരാ, ആന്റാസിഡ്സ് തരും. ആന്റി ആസിഡ്സ്, ആസിഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആന്റാസിഡ്സ്. ഈ ആന്റാസിഡ്സിന് മെയിൻ ആയിട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഉണ്ടാവുക. എന്താ, മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, MgOH ട്വൈസ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഓർ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നൊക്കെ പറയാം. ഓക്കെ, അതാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പം ആസിഡിന്റെ നാച്ചർ ബോഡിയിൽ കൂടുന്ന സമയത്ത് ഡോക്ടർ നമുക്ക് ആന്റാസിഡ് തന്നല്ലേ, ഇൻഡൈജഷനൊപ്പം ആന്റാസിഡ് തന്നു. സോ എന്തായി, അത് ബാലൻസ് ആയി അല്ലെ. സോ ആ ഒരു പ്രശ്നം നമുക്ക് കുറഞ്ഞു കിട്ടും. ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് പെയിൻ പീപ്പിൾ യൂസസ് ബേസസ് കോൾഡ് ആന്റാസിഡ്സ്. ഇതെന്ത് ചെയ്യും, ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും അല്ലെ, എക്സസ് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഓർ മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഒരു മൈൽഡ് ബേസ് ആണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ pHന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോയിൽ, അക്വാട്ടിക് ലൈഫ്, സോയിലിന്റെ കൾട്ടിവേഷൻ, പിന്നെ ഇപ്പൊ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം പറഞ്ഞു. ഓൾസോ നമുക്ക് ടൂത്ത് ഡീക്കേക്കൊക്കെ pH ചേഞ്ച് കാരണം ടൂത്ത്, നമ്മുടെ പല്ല് എന്ത് ചെയ്യാറുണ്ട്, ഡീക്കേ ചെയ്ത് പോവാറുണ്ട്. pHൽ വ്യത്യാസം വന്നു കഴിഞ്ഞാല് നമ്മുടെ pH 5.5 താഴെയാണെങ്കിൽ നമ്മളെ ടൂത്ത് ഡീക്കേ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾക്കൊരു pH റേഞ്ച് മൗത്തിലും ബാലൻസ് ചെയ്ത് പോകണം. നമ്മുടെ മൗത്തില് ഒരു pH ഉണ്ട് അല്ലെ, സലൈവ ഒക്കെ ഉണ്ടല്ലേ, ഒരു pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൗത്തില് സലൈവ ഒക്കെ ഉണ്ടല്ലേ. അപ്പം ടൂത്തിന്റെ ഇനാമൽ ആണെന്ത്, ഏറ്റവും ഭയങ്കര ഹാർഡസ്റ്റ് ആയിട്ടുള്ള ബോഡിയിലെ പാർട്ട് എന്ന് പറയുന്നത് ടൂത്തിന്റെ ഇനാമൽ ആണ്, ഹാർഡസ്റ്റ് ഓഫ് ദ ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് വെള്ളത്തിലൊന്നും ഡിസോൾവ് ആവാത്തൊരു പാർട്ടാണ് ഈ ടൂത്തിന്റെ ഇനാമൽ. പക്ഷേ നമ്മുടെ pHൽ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കറോഡായിരിക്കും. അത് വെള്ളത്തിലിട്ടാലൊന്നും അത് ഒട്ടും ഡിസോൾവ് ആവില്ല. പക്ഷെ മൗത്തിലെ pHൽ വ്യത്യാസം വരികയാണെങ്കിൽ, ഇഫ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ pH ഇൻ മൗത്ത്, എന്ത് സംഭവിക്കുമെടാ, അത് കൊറോഷൻ സംഭവിക്കും അല്ലെ. 5.5 താഴെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് കൊറോഡായി പോകും അല്ലെ. എന്തായി പോവും, ഇനാമല് ചീത്ത ഡീക്കേ സംഭവിക്കാൻ തുടങ്ങും അല്ലെ. ഓക്കെ, നമ്മുടെ മൗത്തില് ഫുഡൊക്കെ പ്രോപ്പർ ആയിട്ട് എന്താ ക്ലീൻ ചെയ്യൊന്നും ചെയ്തില്ലെങ്കിൽ മൗത്തിൽ എന്തുണ്ടാവും, കുറെ ബാക്ടീരിയാസ് ഒക്കെ വരും അല്ലെ. ആ ബാക്ടീരിയാസ് എന്ത് ചെയ്യും, ഫുഡിന്റെ ഇതിന്റെ ഷുഗർ, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഇല്ലേടാ, ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അല്ലേ, ഇതിനെയൊക്കെ ഡീക്കേ ചെയ്യുന്ന സമയത്ത്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്ന, ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഡിഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയാസ് ഒക്കെ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഈ ആസിഡ്സ് എന്ത് ചെയ്യും, നമ്മുടെ pHനെ കുറയ്ക്കുക ചെയ്യുക അല്ലെ. അങ്ങനെ കുറയ്ക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ടൂത്ത് ഡീക്കേയും സംഭവിക്കുന്നത്. ഓക്കെ,
അപ്പൊ നമ്മളിത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ നന്നായിട്ട് ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. ബേസിക് നാച്ചുറലുള്ള ടൂത്ത് പേസ്റ്റ്. എന്തിനായിരിക്കും ബേസിക് നാച്ചുറലുള്ള ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്? ആസിഡ്സ് ആണ് അല്ലെ എന്താ ചെയ്യുന്നത്? ആസിഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, ബാക്ടീരിയാസ്. സോ നമ്മൾ ബേസിക് നാച്ചുറലുള്ള ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടൂത്ത് ഡീകേ പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പം ഡീക്കേയിങ് ഓഫ് ടൂത്തിനും എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്? pH പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഡീക്കേയിങ് ഓഫ് ടൂത്തും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് സെൽഫ് ഡിഫെൻസ് ബൈ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ടു കെമിക്കൽ വാർഫെയർ. കുറെ ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഈ pH മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബീസ്റ്റിംഗ് ലീവ്സ് എന്ന് പറയുന്ന ബീസ്റ്റിംഗ് എന്തുണ്ടാക്കും? പെയിൻ ഉണ്ടാക്കും അല്ലെ. നമ്മള് ബീസ്റ്റിംഗ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് പെയിൻ ഉണ്ടാവും. ആ പെയിന് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ എന്തുപയോഗിക്കണം? മൈൽഡ് ആയിട്ടുള്ള ബേസസ് ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ആ ബീസ്റ്റിംഗ് ഉണ്ടായ സ്ഥലത്ത് നമ്മൾ എന്താ ആസിഡ് ആണ് അവിടെ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഫോമിക് ആസിഡ് അല്ലേടാ. അപ്പൊ ആ ആസിഡ് ആണ് അവിടെ ഇഞ്ചക്ട് ആവുന്നത്. അവിടെ നമ്മൾ ബേസ് യൂസ് ചെയ്യണം. ഓക്കെ, ബേസ് യൂസ് ചെയ്താൽ അവിടെ ന്യൂട്രലൈസേഷൻ സംഭവിക്കും. ഓക്കെ, പിന്നെ ന്യൂട്രലൈസേഷൻ ഓപ്ഷൻസ് നാച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെറ്റിൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ഏടാ. നെറ്റിൽ എന്ന് പറയുന്ന പ്ലാന്റ് നമ്മൾ വൈൽഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അതിന് ആ ലീവ്സിന് സ്റ്റിങ്ങിങ് ഹെയർസ് ഉണ്ട്. ആ ലീവ്സ് തൊട്ട് കഴിഞ്ഞാൽ ആ ലീവ്സിന് സ്റ്റിങ്ങിങ്ങിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ആക്സിഡന്റലി തൊട്ട് കഴിഞ്ഞാലൊക്കെ. സോ നാച്ചുർ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്. അതിന്റെ അടുത്ത് അവിടെ തന്നെ ഒരു ഡോഗ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അതിന്റെ അടുത്ത് തന്നെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. സോ ആ ഡോഗ് പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് നെറ്റില് ആ സ്റ്റിങ് ഉണ്ടായ സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് നാച്ചുർ എന്ന ന്യൂട്രലൈസേഷൻ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ മീനിങ്. ഓക്കെ, ജസ്റ്റ് ഞാൻ കുറച്ച് എന്താ പറയാ തിയറി പോയിന്റ്സ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അത് ഓർത്ത് വെച്ചാൽ മതി. എവിടെയാ? ആപ്ലിക്കേഷൻ ഓഫ് pH ആണ് അല്ലെ. pH ആസിഡ് ബേസ് ന്യൂട്രലൈസ് ചെയ്യുന്നതിന്റെ ആപ്ലിക്കേഷൻസ് ആ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് പഠിക്കാനുള്ളതാണ്. ഇനി ഒരു കെമിസ്ട്രി പോർഷനിലേക്കാണ് വരുന്നത്. സോൾട്ട്സ്. ഓക്കെ, സോൾട്ട്സ്. അപ്പം സോൾട്ട്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്താൽ സോൾട്ടും വാട്ടറും കിട്ടും. നമുക്ക് അറിയുന്നതല്ലേ ന്യൂട്രലൈസേഷൻ. ആസിഡ് പ്ലസ് ബേസ് എന്താ കിട്ടുക? ഗീവ്സ് എന്താ? വാട്ടർ പ്ലസ് എന്ത് തരും? ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും വാട്ടറും കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. സോ ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും വാട്ടറും കിട്ടും. ആ കിട്ടുന്ന സോൾട്ടിനെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, സോൾട്ടിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. സോൾട്ട് 3 ടൈപ്പ് സോൾട്ട് ഉണ്ട്. ഓക്കെ, സോൾട്ട് 3 ടൈപ്പ് ഉണ്ട്. അസിഡിക് സോൾട്ട് ഉണ്ട്, ബേസിക് സോൾട്ട് ഉണ്ട്, ന്യൂട്രൽ സോൾട്ട് ഉണ്ട്. അപ്പം there are 3 types of salt. ഓക്കെ, 3 ടൈപ്പ് സോൾട്ട് ഉണ്ട്. അസിഡിക് സോൾട്ട് ഉണ്ട്, ബേസിക് സോൾട്ട് ഉണ്ട്, ന്യൂട്രൽ സോൾട്ട് ഉണ്ട്. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് ഓർക്കാലോ. ആസിഡ്, ബേസ്, ന്യൂട്രൽ. സോൾട്ട് 3 ടൈപ്പ്: അസിഡിക്, ബേസിക്, ന്യൂട്രൽ. ഓക്കെ, അസിഡിക് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അസിഡിക് ആയിട്ടുള്ള സോൾട്ട് കിട്ടണ്ടേ നമുക്ക്? ആസിഡ് സ്വഭാവമുള്ള സോൾട്ട് കിട്ടേണ്ടടാ നമുക്ക്. അപ്പൊ നമ്മള് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡിന് വീക്ക് ആയിട്ടുള്ള ബേസ് കിട്ടാനേ പാടില്ല. വീക്ക് ആയിട്ടുള്ള ബേസ് വെച്ചിട്ട് റിയാക്ട് ചെയ്യും. എപ്പോഴും സോൾട്ടും വാട്ടറും കിട്ടണ എന്ത് വേണം? ആസിഡും ബേസും റിയാക്ട് ചെയ്യണ്ടേ. ആസിഡും ബേസും റിയാക്ട് ചെയ്താലേ നമുക്ക് സോൾട്ട് കിട്ടാം. പക്ഷെ നമുക്ക് കിട്ടേണ്ട സോൾട്ടിന് ഏത് നാച്ചുർ വേണം? ആസിഡ് നാച്ചുർ വേണമെന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടേണ്ട സോൾട്ടിന് ആസിഡിന്റെ നാച്ചുർ വേണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എടുത്താലേ നമുക്ക് ആസിഡ് നാച്ചുറുള്ള സോൾട്ട് കിട്ടുള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിനെ വീക്ക് ആയിട്ടുള്ള ബേസുമായിട്ട് എന്ത് ചെയ്യാം? റിയാക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ by reacting a strong acid with a weak base we will get എന്ത് കിട്ടും? acidic salt കിട്ടും അല്ലെ. acidic salt കിട്ടും. സ്ട്രോങ് ആസിഡിന് വീക്ക് ആയിട്ടുള്ള. അപ്പൊ നമുക്ക് കിട്ടേണ്ട ആസിഡ് സ്വഭാവമുള്ള സോൾട്ടാ കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ആസിഡ് സ്ട്രോങ് ആക്കി വെക്കുക, ബേസിനെ വീക്ക് ആക്കി വെക്കാം. എന്തായാലും ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സോൾട്ടും വാട്ടറും നമുക്ക് കിട്ടും. സോ ആസിഡിക് സോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. എക്സാമ്പിൾ ഇതല്ല ഇവിടെ. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് അല്ലേ? ഞാൻ ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു തന്നില്ലേ?
ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ആസിഡ് സ്ട്രോങ് ആസിഡ്സും ഉണ്ട്, വീക്ക് ആസിഡ്സും ഉണ്ട്. സ്ട്രോങ് ആസിഡ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു പഠിച്ചത്? HCl പഠിച്ചു, HNO3 പഠിച്ചു, H2SO4 പഠിച്ചതൊക്കെ സ്ട്രോങ് ആസിഡ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് ആസിഡ് എടുക്കാം. ദാറ്റ് ഈസ് നമ്മൾ എടുത്തിരിക്കുന്ന ആസിഡ് HCl ആണ്. നിങ്ങൾക്ക് H2SO4 എടുക്കാം, HNO3 എടുക്കാം, ഏത് വേണേലും എടുക്കാം. ഓക്കെ, സോ HCl എടുത്തു. നമുക്ക് അതുപോലെ തന്നെ ബേസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ? വീക്ക് ബേസ് ഉണ്ട്. ബേസ് രണ്ട് ടൈപ്പ്, സ്ട്രോങ് ബേസും വീക്ക് ബേസും. നമ്മളിവിടെ ഒരു വീക്ക് ബേസ് എടുക്കുന്നത്. ഏതാ എടുക്കുന്നത്? NH4OH. ഇതിന്റെ പേരെന്താ അറിയടാ? അമോണിയം ഹൈഡ്രോക്സൈഡ്. എന്താ ഇതിന്റെ പേര്? അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പം HClഉം അമോണിയം ഹൈഡ്രോക്സൈഡും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് NH4Cl അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡും വാട്ടറും കിട്ടും. ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് is an example for acidic salt. ഈ അമോണിയം ക്ലോറൈഡ് എന്താടാ? acidic saltന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മള് acidic salt കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആസിഡിനെ ഒരു വീക്ക് ആയിട്ടുള്ള ബേസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. സോ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള HCl ആസിഡിനെ, സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നമ്മൾ വീക്ക് ആയിട്ടുള്ള അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. സോ വി ഗോട്ട് എന്താ നമുക്ക് കിട്ടിയത്? അസിഡിക് സോൾട്ട് ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന അസിഡിക് സോൾട്ട് കിട്ടി, പ്ലസ് വാട്ടറും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ അസിഡിക് സോൾട്ട് ഉണ്ടാക്കുന്നത്. ആൻഡ് ബേസിക് സോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. ഇനി ആസിഡിക് സോൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എടുത്തു, വീക്ക് ആയിട്ടുള്ള ബേസ് കൊടുത്തു. ഇനി ബേസിക് സോൾട്ട് എടുക്കണമെങ്കിലോ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് എടുക്കണം അല്ലെ, വീക്ക് ആയിട്ടുള്ള ആസിഡ് എടുക്കണം. അപ്പൊ ബേസിക് ഇവിടെ നമുക്ക് ബേസിക്കിന്റെ മെയിൻ ആയിട്ട് ബേസിക് കിട്ടേണ്ടതുകൊണ്ട് നമ്മള് സ്ട്രോങ് ആയിട്ടുള്ള ബേസും വീക്ക് ആയിട്ടുള്ള ആസിഡും എടുത്തു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണെടാ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്, ബേസ് ആണ് ആര്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിന്റെ കൂടെ അസറ്റിക് ആസിഡ് അല്ലെ, CH3COOH അല്ലെ, ഞാൻ പറഞ്ഞില്ലേ അതൊരു വീക്ക് ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആരൊക്കെയായിരുന്നു? HNO3, H2SO4, HCl, ഇവരൊക്കെ സ്ട്രോങ് ആസിഡാ. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ CH3COOH എന്ന് പറയുന്നത് വീക്ക് ആസിഡ് അല്ലെ, ഒരു വീക്ക് ആസിഡ് ആണ് അല്ലെ. സോ നമ്മള് സ്ട്രോങ് ബേസിനെ വീക്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. നമുക്ക് പുതിയൊരു സോൾട്ട് കിട്ടി. ഈ പേര് നിങ്ങൾ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് CH3COONA. CH3COONA, ദാറ്റ് ഈസ് സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ട് കിട്ടി. ആൻഡ് ദിസ് ഈസ് എന്താണ് നാച്ചുറൽ? ദിസ് ഈസ് എ ബേസിക് സോൾട്ട്. ഈ സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് സോൾട്ട് ആണ്, പ്ലസ് നമുക്ക് വാട്ടറും കിട്ടി. സോ ഇതാണ് ബേസിക് സോൾട്ട്. ബേസിക് സോൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസിനെ നമ്മളൊരു വീക്ക് ആയിട്ടുള്ള ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്ന ബേസിക് സോൾട്ട് ആണ് എന്താ? സോഡിയം അസറ്റേറ്റ് അല്ലെങ്കിൽ CH3COONA. സോഡിയം അസറ്റേറ്റ് അല്ലെങ്കിൽ CH3COONA. ഓക്കെ, അപ്പൊ നമ്മള് ആസിഡിക് സോൾട്ട് പഠിച്ചു, ബേസിക് സോൾട്ട് പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രൽ സോൾട്ട്. ഓക്കെ, ന്യൂട്രൽ സോൾട്ട്. ന്യൂട്രൽ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും. ഓക്കെ, ഓർക്കണേ നിങ്ങൾ, സ്ട്രോങ് രണ്ടും സ്ട്രോങ് അങ്ങനെയല്ലേ ന്യൂട്രലൈസേഷൻ ചെയ്യുന്നത്. സോ നമുക്ക് ന്യൂട്രൽ സോൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ട്രോങ് ആസിഡിനെയും സ്ട്രോങ് ബേസിനെയും എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യിപ്പിക്കണം. സ്ട്രോങ് ആസിഡിനെയും സ്ട്രോങ് ബേസിനെയും കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ സോൾട്ട് കിട്ടും. ഓക്കെ, സോ നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രോങ് ബേസ് ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡ്. സ്ട്രോങ് ആസിഡ് ഏതാ? HCl. രണ്ടും കൂടി റിയാക്ട് ചെയ്താൽ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടും. ഈ റിയാക്ഷൻ നമ്മൾ ഒരുപാട് കണ്ടതാണ് അല്ലെ. HCl plus NaOH gives NaCl plus H2O. So we will get a neutral salt. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി?
NaCl എന്ന് പറയുന്നത്, ഉപ്പ് എന്ന് പറയുന്നത് എന്താ? ന്യൂട്രൽ സോൾട്ടാ. അതല്ലേ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ? ന്യൂട്രൽ സോൾട്ട് ആയതുകൊണ്ടല്ലേ. നമ്മൾ ആസിഡ് നാച്ചുറൽ ഉള്ളതൊന്നും അല്ല ഉപയോഗിക്കുന്നത്, നല്ല ആസിഡ് ആയിട്ടുള്ള നല്ല ബേസിക് സ്വഭാവമുള്ള സോൾട്ട് ഒന്നല്ല നമ്മൾ എടുക്കുന്നത്, നമ്മൾ ന്യൂട്രൽ സോൾട്ട് ആണല്ലേ എടുക്കുന്നത്. സോ അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ന്യൂട്രൽ സോൾട്ടിന്റെ റിയാക്ഷൻ എന്തായിരിക്കും വേണ്ടി വരിക? എന്തായിരിക്കും? NaOH വേണ്ടി വരും അല്ലെ. ഒരു സ്ട്രോങ് ആസിഡും നമുക്ക് സോഡിയം കിട്ടണം, ക്ലോറിനും കിട്ടണം. അപ്പം സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും, ഇത് ഞാനൊരു എക്സാമ്പിൾ എഴുതിയാല നിങ്ങൾക്ക് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിന്റെയും വേരിയസ് കോമ്പിനേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് എന്ത്? ടൈപ്സ് ഓഫ് സോൾട്ട്. സോൾട്ടിന്റെ ടൈപ്പ് ആസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട്, ന്യൂട്രൽ സോൾട്ട്. ആസിഡിക് സോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? സ്ട്രോങ് ആസിഡും പ്ലസ് വീക്ക് ബേസ് അല്ലെ. ബേസിക് സോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? സ്ട്രോങ് ബേസും പ്ലസ് എന്താ? വീക്ക് ആസിഡ് അല്ലെ. ഇനി ന്യൂട്രൽ സോൾട്ട് കിട്ടാനോ? സ്ട്രോങ് ആസിഡും പ്ലസ് എന്താ? സ്ട്രോങ് ബേസും അല്ലെ. സോ അങ്ങനെ നമുക്ക് ന്യൂട്രൽ സോൾട്ടും കിട്ടി. പിന്നെ നമ്മൾ കുറച്ച് ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ് അല്ലേ പഠിച്ചത്? ഡെയിലി ലൈഫിൽ pH സ്കെയിൽ പഠിച്ചു. pH സ്കെയിൽ എന്താന്ന് പഠിച്ചു. pH സ്കെയിലിന്റെ ആപ്ലിക്കേഷൻ പഠിച്ചു. pH സ്കെയില് 0 മുതൽ 14 വരെയാണ് ഉള്ളത്. 0 എന്ന് പറയുന്നത് മോസ്റ്റ് അസിഡിക് ആണ്, 14 എന്ന് പറയുന്നത് മോസ്റ്റ് ബേസിക് ആണ്, ആൻഡ് 7 എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ pH ആണെന്നും പഠിച്ചു അല്ലെ. പിന്നെ റിയാക്ഷൻ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സും നോൺ മെറ്റാലിക് ഓക്സൈഡ്സും പഠിച്ചു. മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് ആസിഡും നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് ബേസും പഠിച്ചു. രണ്ടിലും എന്താ ഫോം ചെയ്യുന്നത്? സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അതിൽ ഏതാണ് ആസിഡിക് നാച്ചർ ഉള്ളത്? മോബ് എന്ന് പറയുന്ന ഒരു കോഡൊക്കെ പഠിച്ചല്ലേ. മോബ് മെറ്റാലിക് ഓക്സൈഡ്സ് ആർ മോബ്, അല്ലെങ്കിൽ മൊബൈൽ. മോബ് മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് അല്ലെ. പിന്നെ എന്തായിരുന്നു? നോൺ മെറ്റാലിക് NM, നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ acidic, NMOA. അതും പഠിച്ചു അല്ലെ. അങ്ങനെ കുറച്ച് റിയാക്ഷൻസ്, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചല്ലേ. ആസിഡിറ്റിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് അക്വാട്ടിക് ലൈഫ്, ആസിഡ് റെയിൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്വാട്ടിക് ലൈഫിനും നമുക്കും പ്രശ്നമാണ് അല്ലെ. ആസിഡ് റെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട്, സോയിലില് pH കറക്റ്റ് ആയില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും pH. ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് acidity ഉണ്ട്. ആന്റാസിഡ് ആണ് നമ്മൾ കഴിക്കുന്നത്. ദാറ്റ് കണ്ടെയ്ൻസ് എന്ത്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ മിൽക്ക് ഓഫ് മാഗ്നീഷ്യം ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എക്സസ് ആസിഡ് പ്രൊഡക്ഷനെ ബാലൻസ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ആസിഡ് കൂടുമ്പോൾ നമ്മൾ ആന്റാസിഡ് ഉപയോഗിക്കും അല്ലെ. ആസിഡിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആന്റാസിഡ്സ് യൂസ് ചെയ്യും. അങ്ങനെ ടൂത്ത് ഡീക്കേയില് pHന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. pH കുറയുന്തോറും ആസിഡ് നാച്ചർ കൂടുന്നതിനനുസരിച്ച് ടൂത്ത് ഡീക്കേ ഉണ്ടാവുന്നു പഠിച്ചു. സോ നമ്മൾ നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് ഓറൽ ഹൈജീൻ എന്നാ പറയാ. നമ്മൾ നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് എന്താ പറയാ? ഓറൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു അല്ലെ. ടൂത്ത് ഡീക്കേ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബീ സ്റ്റിങ്ങിന് എന്താ ചെയ്യുന്നതെന്ന് പഠിച്ചു. നമ്മൾ ഈ പ്ലാന്റ്, നെറ്റിൽ എന്ന് പറയുന്ന ഈ പ്ലാന്റിന് നമ്മൾ ഓവർകം ചെയ്യാൻ, ഇതിന്റെ സ്റ്റിങ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോഗ് പ്ലാന്റ് യൂസ് ചെയ്യാന്ന് പഠിച്ചു. പിന്നെ നമ്മൾ 3 ടൈപ്സ് ഓഫ് സോൾട്ട് പഠിച്ചല്ലേ. അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട് ആൻഡ് ന്യൂട്രൽ സോൾട്ട് പഠിച്ചു. ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് വി ഹാവ് ഒരുപാട് ടോപ്പിക്സ് ഇനിയും പഠിക്കാനുണ്ട്. ഓക്കെ, ഒരുപാടൊന്നുമില്ല, ഇനി കുറച്ച് സോൾട്ടുകൾ, കുറച്ച് ടൈപ്പ് ഓഫ് സോൾട്ടും കൂടി പഠിച്ചാൽ, സോൾട്ടിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ഫോർമേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾട്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് പ്രീവിയസ് സെഷനിൽ എന്താ പഠിച്ചത്? 3 ടൈപ്പ് ഓഫ് സോൾട്ട് ഒക്കെ പഠിച്ചല്ലേ. ആസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട് ആൻഡ് ന്യൂട്രൽ സോൾട്ട് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? pH എന്ന് പറയുന്ന പൊട്ടൻസ് ഹൈഡ്രജൻ എന്താന്ന് പഠിച്ചല്ലേ. pH സ്കെയിൽ ഒക്കെ പഠിച്ചല്ലേ. ഏതാ റേഞ്ച്? 0 മുതൽ 14 റേഞ്ച് വരെ. 0 എന്ന് പറയുന്നത് മോസ്റ്റ് അസിഡിക് ആണ് അല്ലെ. 14 എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് ബേസിക് ആണ്. ആൻഡ് pH 7 എന്ന് പറഞ്ഞാൽ എന്താടാ? ന്യൂട്രൽ pH ആണല്ലേ. അങ്ങനെ നമ്മളൊരു pH സ്കെയിൽ പഠിച്ചു. പിന്നെ അതിന്റെ റിയാക്ഷൻസ് പഠിച്ചല്ലേ. മെറ്റൽസ് ആയിട്ടും കാർബണേറ്റ്സ് ആയിട്ടും, മെറ്റൽ കാർബണേറ്റ്സ്, ബൈകാർബണേറ്റ്സ്, പിന്നെ ഓക്സൈഡ്സ്, മെറ്റൽ ഓക്സൈഡ്സ്, നോൺ മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ ആയിട്ടുള്ള കുറെ റിയാക്ഷൻസ് പഠിച്ചല്ലേ. പിന്നെ വാട്ടറുമായിട്ട് ആസിഡ് റിയാക്ഷൻ പഠിച്ചു. ഹൈഡ്രോണിയം അയോൺ ഫോം ചെയ്യുന്നതൊക്കെ പഠിച്ചല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ കൺക്ലൂഷൻ പോർഷനിലേക്ക് വരികയാണ്. ഈ ചാപ്റ്ററിന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ്
എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾട്ട്. സോൾട്ടിന്റെ ടൈപ്പ് നമ്മൾ പഠിച്ചു. ആസിഡിക് സോൾട്ട് ഉണ്ട്, ബേസിക് സോൾട്ട് ഉണ്ട്, ന്യൂട്രൽ സോൾട്ട് ഉണ്ട് അല്ലെ. അത് ഫോം ചെയ്യുന്ന മെത്തേഡും പഠിച്ചല്ലേ. ഒരു സ്ട്രോങ് ആസിഡിന് സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ന്യൂട്രൽ സോൾട്ട് ആണല്ലേ കിട്ടുക. ഇനി സ്ട്രോങ് ആസിഡിന് വീക്ക് ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? സ്ട്രോങ് എന്താ കിട്ടുക? ആസിഡിക് സോൾട്ട് കിട്ടും അല്ലെ. ഇനി സ്ട്രോങ് ബേസിനെ വീക്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് സോൾട്ടും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സോൾട്ടിന്റെ ടൈപ്പ് പഠിച്ചത്. റെഡി അല്ലേ മക്കളെ? ഇനി നമ്മള് സോൾട്ടിന്റെ പല ടൈപ്പ് ഓഫ് സോൾട്ടുകളെ പറ്റിയാ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഇതുവരെ കണ്ട ഒരാളാണല്ലേ, നമ്മൾ ഒരുപാട് റിയാക്ഷനിലൊക്കെ കണ്ടാണല്ലേ. ന്യൂട്രൽ സോൾട്ട് ഉണ്ടാക്കാനും അസിഡിക് സോൾട്ട് ബേസിക് സോൾട്ട് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിച്ച ആളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്താ പറയാ? സോഡിയം ഹൈഡ്രോക്സൈഡ്, അല്ലെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് മക്കളെ ദാറ്റ് ഈസ് കാസ്റ്റിക് സോഡ. എന്താ? കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ. ഓക്കെ. ഇനി ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് നമ്മൾ ഒരു സാധനം ഈ സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ക്ലോറൈഡ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? ഉപ്പ് വെള്ളത്തിലാണെങ്കിൽ ഗാന്ധിജി കടപ്പുറത്ത് ദണ്ഡിയാത്രേന്റെ ഒക്കെ ഒരു കഥയൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ അത്രയും കോമൺ പീപ്പിളിന് വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിരുന്ന ആ സാധനമായിരുന്നു ഉപ്പ്. അതുകൊണ്ടാണ് അത് വെച്ചിട്ട് നമ്മള് സ്ട്രൈക്ക് നടത്തിയത് അല്ലെ. അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വാട്ടറിന് ഡിസ്റ്റിലേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉപ്പ് കിട്ടും അല്ലെ, കടൽ വെള്ളത്തിന്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് കുറച്ച് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നേരത്തെയൊക്കെ കുറെ റിയാക്ഷൻ ഒക്കെ നടത്തിയപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ കിട്ടിയില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കിട്ടി. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളല്ലേ. നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയെടുത്തില്ലേ. അങ്ങനെ നമുക്ക് ആരെ ഉണ്ടാക്കണം? കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമുക്ക് ഉണ്ടാക്കി എടുക്കണം, നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കണം. സോ ആ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഈ ഓരോ പറയുന്ന സോൾട്ടിന്റെയും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് പ്രിപ്പറേഷൻ മെത്തേഡ്സ് പഠിക്കണം. ഒന്നും ചെയ്യണ്ട, സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടാൻ ഭയങ്കര സിമ്പിൾ ആണ്. സോഡിയം ക്ലോറൈഡ് അറിയാലോ നിങ്ങൾക്ക്. സോഡിയം ക്ലോറൈഡ് അത് വാട്ടറിന്റെ അകത്തേക്ക് ഇടാം. സോഡിയം ക്ലോറൈഡിനെ വാട്ടറിലേക്ക് ഇടുക. എന്താ കിട്ടുക നമുക്ക്? ഉപ്പെടുത്ത വെള്ളത്തിലിട്ടാൽ എന്താ കിട്ടുക? ഉപ്പെടുത്ത വെള്ളത്തിലിട്ടാൽ നമുക്ക് ഉപ്പ് വെള്ളം കിട്ടും അല്ലെ, സോൾട്ട് സൊല്യൂഷൻ കിട്ടും അല്ലെ. അതിനെ നമ്മൾ പറയാ H2O പ്ലസ് സോഡിയം ക്ലോറൈഡ്. ആ ഒരു സൊല്യൂഷനെ നമ്മൾ പറയാ ബ്രൈൻ സൊല്യൂഷൻ എന്നാ പറയാ. എന്താ പറയാ? ബ്രൈൻ സൊല്യൂഷൻ. ഓക്കെ. സോ നമുക്ക് NaOH ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് സോഡിയം ക്ലോറൈഡിന് വാട്ടറുമായിട്ട് എന്ത് ചെയ്തു എന്നറിയണം? അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, ഇലക്ട്രോലിസിസ് ചെയ്തു. ഓക്കെ. നമ്മള് ഈ ബ്രൈൻ സൊല്യൂഷൻ എടുത്തു, സോഡിയം ക്ലോറൈഡും വാട്ടറിന്റെയും ബ്രൈൻ സൊല്യൂഷൻ എടുത്തു ആൻഡ് നമ്മള് അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ബ്രൈൻ സൊല്യൂഷന് കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയെന്ന് അറിയോടാ? സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടിയത് കണ്ടോ? സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടി, ഹൈഡ്രജൻ ഗ്യാസ് കിട്ടി, ക്ലോറിൻ ഗ്യാസ് കിട്ടി. ഓക്കെ. സോ ബ്രൈൻ സൊല്യൂഷൻ നിങ്ങൾ മറക്കല്ലേ. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിനാണ് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയാം. ദാറ്റ് ഇസ് സോഡിയം ക്ലോറൈഡ് വാട്ടറിന്റെ അകത്തേക്ക് ആഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഉണ്ടാക്കേണ്ട ആളെ കിട്ടിയില്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി കിട്ടി, ഹൈഡ്രജൻ ഗ്യാസ് കിട്ടി, ക്ലോറിൻ ഗ്യാസ് കിട്ടി. സോ ഇതാണ് സോഡിയം കാസ്റ്റിക് സോഡയുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ആൻഡ് അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയോടാ നിങ്ങൾക്ക്? നമ്മള് ഇവിടെ ബ്രൈൻ സൊല്യൂഷൻ അല്ലേ എടുത്തത്. ബ്രൈൻ സൊല്യൂഷൻ്റെ അകത്ത് എന്തൊക്കെയാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സോഡിയം ക്ലോറൈഡ് ഉണ്ട് അല്ലെ, NaCl ഉണ്ട്, H2O ഉണ്ട് അല്ലെ. ഇതാണ് ബ്രൈൻ സൊല്യൂഷൻ അല്ലെ. സോ ഈ ബ്രൈൻ സൊല്യൂഷന്റെ അകത്ത് ഇത് ഇലക്ട്രിസിറ്റി പോകുമ്പം എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന അറിയോടാ നിങ്ങൾ? സോഡിയം ക്ലോറൈഡും വാട്ടറും സ്പ്ലിറ്റ് ചെയ്തിട്ട് Na+ ഉണ്ടാവും. സോഡിയം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്താൽ Na+ഉം Cl- ഉണ്ടാവും അല്ലെ. ആൻഡ് വാട്ടർ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ H+ഉം OH- ഉണ്ടാവും. H+ഉം OH- ചേർന്നാലാണ് എന്തുണ്ടാവുക? വാട്ടർ ഉണ്ടാവുക അല്ലെ. സോ
NaCl സ്പ്ലിറ്റ് ആയിട്ട് ഇലക്ട്രോളിസിസ് വഴി സ്പ്ലിറ്റ് ആയിട്ട് Na പ്ലസും Cl മൈനസും ഉണ്ടായി. ആൻഡ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് H പ്ലസും OH മൈനസും ഉണ്ടായി. ഇനി നമുക്ക് കിട്ടേണ്ട സാധനം എന്താ? NaOH അല്ലേ? ഈ NaOH ഈ Na പ്ലസും OH മൈനസും കമ്പൈൻ ചെയ്തിട്ട് NaOH ഇതുവഴി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, NaOH നമുക്ക് പുറത്തേക്ക് കിട്ടുമ്പോൾ ബ്രൈൻ സൊല്യൂഷൻ നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ബ്രൈൻ സൊല്യൂഷനിലൂടെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് Na പ്ലസും OH മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഓൾസോ H പ്ലസും Cl മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ആവുകയും ചെയ്യും. ഈ Na പ്ലസും OH മൈനസും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് NaOH പുറത്തെടുക്കാൻ പറ്റും. ഓൾസോ ഇത് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് അല്ലേടാ, ആനോഡ്. പോസിറ്റീവ് ചാർജുള്ള എന്താ പറയാ? ആനോഡ്. ആൻഡ് നെഗറ്റീവ് ചാർജ് ഉള്ളത് കാത്തോഡ് അല്ലെ? ആനോഡില് പോസിറ്റീവ് ചാർജ്, കാത്തോഡില് നെഗറ്റീവ് ചാർജ്. കറക്റ്റ് അല്ലേ? അപ്പം പോസിറ്റീവ് ചാർജുള്ള ആനോഡും കിട്ടി, നെഗറ്റീവ് ചാർജുള്ള കാത്തോഡും കിട്ടി. ആനോഡിൽ നമുക്ക് ക്ലോറിൻ കിട്ടി. എന്താ കിട്ടിയ? ക്ലോറിൻ. ഈ Cl മൈനസ്, വേറെ Cl മൈനസ് കുറെ ഉണ്ടാവുമല്ലോ. ഈ Cl മൈനസ് ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താവും? Cl2 ആയിട്ട് മാറിയിട്ട് ക്ലോറിൻ ആയിട്ട് മാറിയിട്ട് നമുക്ക് ഇതുവഴി കിട്ടും കേട്ടോ. ആനോഡില് നമുക്ക് ക്ലോറിൻ കിട്ടും. ആൻഡ് ഓൾസോ കാഥോഡില് ഇവിടെ H പ്ലസ് ഉണ്ടല്ലോടാ, കുറെ H പ്ലസ് ഉണ്ടാവില്ലേ? H പ്ലസും OH മൈനസും ആയിട്ട് കുറെ വെള്ളം ഉണ്ടാവില്ലേ? അപ്പൊ കുറെ H പ്ലസ് ഉണ്ടാവും. ഈ കുറെ H പ്ലസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് H2 ആയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഈ കാഥോഡിലും നമുക്ക് കിട്ടും. ഓക്കെ, റിയാക്ഷൻ ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. അതാണ് ഈ പ്രോസസ്സ് വഴി. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ടെടാ, ക്ലോർ ആൽക്കലി പ്രോസസ് എന്നാ പറയാ. ക്ലോർ ആൽക്കലി പ്രോസസ്. എന്താ ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നത്? ക്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്ലോറിൻ നമുക്ക് കിട്ടുന്നില്ലേടാ, ക്ലോറിൻ ഗ്യാസ് കിട്ടുന്നില്ലേ? അതുകൊണ്ടാണ് ക്ലോറിന്റെ ക്ലോറാ കാണിക്കുന്നത്. ആൽക്കലി എവിടെയാ കിട്ടുന്നത്? ഈ NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലി അല്ലേ? അപ്പൊ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യുമ്പം, ഈ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ബ്രൈൻ സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന സമയത്ത് നമുക്ക് ക്ലോറിൻ ഗ്യാസും ആൽക്കലി, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൽക്കലിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രോസസ്സിനെ എന്ത് വിളിച്ചടാ? നമ്മള് ക്ലോർ ആൽക്കലൈൻ പ്രോസസ് എന്ന് വിളിച്ചു. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ഈ റിയാക്ഷൻ പറഞ്ഞുതരാം. നമ്മള് ഇവിടെ ഒരു ബ്രൈൻ സൊല്യൂഷൻ ആണ് എടുത്തിട്ടുള്ളത്. ബ്രൈൻ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ബ്രൈൻ സൊല്യൂഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പ് വെള്ളം NaCl പ്ലസ് H2O. ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് NaCl സ്പ്ലിറ്റ് ആയിട്ട് Na പ്ലസും Cl മൈനസും ആയിട്ട് മാറും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഈ H2O സ്പ്ലിറ്റ് ആയിട്ട് H പ്ലസും OH മൈനസും ആയിട്ട് മാറും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേടാ? Na പ്ലസും Cl മൈനസും ആയിട്ട് മാറും. H2O സ്പ്ലിറ്റ് ആയിട്ട് H പ്ലസും OH മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ Na പ്ലസും OH മൈനസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട NaOH കിട്ടും. ആ NaOHനെ നമുക്ക് ഇതുവഴി ഒരു ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് എടുക്കാൻ പറ്റും. സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് കിട്ടും. ആൻഡ് ഇവിടെ കുറെ ക്ലോറിൻ Cl മൈനസ് ഉണ്ട്, കുറെ H പ്ലസ് ഉണ്ട് അല്ലെ? ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് ചിലപ്പം HCl അങ്ങ് എഴുതി കളയാന്ന് തോന്നും. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ Cl മൈനസ്, ഒരുപാട് Cl മൈനസ് ഉണ്ട്. Cl മൈനസുകൾ കമ്പൈൻ ചെയ്തിട്ട് Cl2 ആയിട്ട് മാറും. Cl2 ആയിട്ട് മാറിയിട്ട് നമുക്ക് ആനോഡിൽ കിട്ടും. ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസ് കിട്ടും. ആൻഡ് കാഥോഡിൽ നമുക്ക് H പ്ലസുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. സോ നമുക്ക് ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ക്ലോർ ആൽക്കലൈൻ പ്രോസസ് എന്ന് പറയാം. This is the method of preparation of sodium hydroxide. Okay.